ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടൈപ്പാണ്. അങ്ങനത്തെ ആൾക്കാരുണ്ട്. മറ്റുള്ളവരോട് തന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിനേക്കാളും തന്റെ കാര്യങ്ങൾ തന്നിൽ തന്നെ ഒതുക്കി അങ്ങനെ ആൾക്കാരുമായിട്ട് ഒരു സഹകരണമില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് ആരുമായിട്ട് സഹകരിക്കാത്തത്. അങ്ങനെ പറയാന്ന് വെച്ചാൽ ഇൻട്രോവേർട്ട് ആർക്കും മിണ്ടാറില്ല പൊതുവെ. അവര് പാവത്തുകളാ എന്നൊക്കെ തോന്നും. പക്ഷെ ഭയങ്കര 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 എന്താ പറയാ, ഇപ്പൊ നമുക്ക് ചില ആളുകളെ കാണുമ്പോഴത്തേക്ക് നമുക്ക് സംസാരിക്കാൻ തോന്നാറില്ല. കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് ഏത് റോളാണോ ആവശ്യം വരുന്നത് ആ റോൾ എടുക്കാൻ നമ്മൾ അഡാപ്റ്റ് ആയി മാറണം. കാരണം അവർക്ക് നമ്മളോട് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളങ്ങോട്ട് കയറി മൈൻഡ് ചെയ്യുന്നത്? അത് തന്നെയാണ് ഇതിന്റെ പ്രധാന കാര്യം. എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. ഒരുപാട് ആൾക്കാരോട് സംസാരിക്കുകയും ഒരുപാട് ആക്ടിവിറ്റീസിലും ഒക്കെ ഇൻവോൾവ് ആകുന്ന ഒരാളായിരുന്നു. ആഫ്റ്റർ സ്കൂൾ സം ഇവന്റ്സ് കാരണം ഞാൻ എന്നെ തന്നെ ആൾക്കാർ നകത്തി തുടങ്ങി. ഒരു ഇൻട്രോവേർട്ട് ലേബലിലോട്ട് അങ്ങ് മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഞാൻ ഗ്രാബ് ചെയ്തില്ല എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലോങ് ടൈം എടുത്തു എനിക്കിതിൻ്റെയൊക്കെ ഒരു റിയലൈസേഷൻ വരാനായിട്ട്. അതായത് ഈ വരുന്ന ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട് ഓർ ആംബിവേർട്ട് അതൊരു ഐഡന്റിറ്റി ആയിട്ട് നമ്മൾ അത് കൊണ്ടു നടക്കാതെ അതൊരു ഫേസ് ഓഫ് ലൈഫ് ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതായത് ആ ഒരു സിറ്റുവേഷൻ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആക്ട് ചെയ്യേണ്ടത്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രസന്റേഷൻസോ കാര്യങ്ങളോ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ് ചെയ്യാറ്. അതായത് ഞാനൊരു ഇൻട്രോവേർട്ട് ആണ്, ഞാൻ അത് എങ്ങനെ ചെയ്യും ആ ഒരു രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഈ ഒരു റീഇൻഫോഴ്സ്മെന്റ് ഒരുപാട് നാൾ ഇങ്ങനെ റീഇൻഫോഴ്സ് ചെയ്ത് എനിക്ക് എൻ്റെ ഒരു ഐഡന്റിറ്റി തന്നെ ഞാൻ ഒരു ഇൻട്രോവേർട്ട് ആണെന്നുള്ള രീതിയിലായി മാറി. ആൻഡ് ഒരു ഗ്രോത്ത് ആസ്പെക്റ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് ആവശ്യം ഒരു എക്സ്ട്രോവേർഷൻ ട്രെയ്റ്റ്സ് ആണ് വേണ്ടി വരുന്നത്. ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കൂട്ടം ആൾക്കാരാണ് ഇൻട്രോവേർട്സ്. പൊതുവെ ആൾക്കാർക്ക് ഒരു ധാരണ എന്ന് വെച്ചാൽ ഇവര് ഷൈ ആണ്, അല്ലെങ്കിൽ പേടിയാണ്, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു കൂട്ടം ആൾക്കാരാണെന്നാണ്. പക്ഷേ ഈ ഒരു കൂട്ടം ആൾക്കാരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എനർജി ഭയങ്കര പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇൻട്രോവേഷനെ പറ്റി പഠിച്ച ഒരു സൈക്കോളജിസ്റ്റ് ആണ് കാൾ ജങ്. ആള് പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങോട്ടാണോ നമ്മുടെ എനർജി ഡയറക്റ്റ് ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു എക്സ്ട്രോവേർട്ട് ആണോ ഇൻട്രോവേർട്ട് ആണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ എനർജി ഔട്ട്വേർഡ് ആണ് സ്റ്റിമുലേഷൻ ക്രിയേറ്റ് ചെയ്ത് തരുന്ന ആൾക്ക്. അതായത് സോഷ്യൽ ഇന്ററാക്ഷൻസ് ഓർ ആക്ടിവിറ്റീസിലാണ് ആൾക്കൊരു സ്റ്റിമുലേഷൻ കാണുന്നത്. ഇൻട്രോവേർട്ടിനെ സംബന്ധിച്ച് ആളുടെ തോട്ട്സ്, റിഫ്ലക്ഷൻ ആൻഡ് സോളിറ്റ്യൂഡ് ആണ് ആൾക്കൊരു എനർജി തരുന്നത്. അതായത് ഇൻട്രോവേർട്സിന് സോഷ്യൽ ഇന്ററാക്ഷൻസ് പറ്റില്ല എന്നുള്ളതല്ല, അവർക്ക് അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞാൽ ഒരുപാട് ടൈം വേണ്ടി വരും ഒന്ന് റീചാർജ് ആവാൻ. സോ എങ്ങനെയാണ് ഒരാൾ ഇൻട്രോവേർട്ട് ആകുന്നത്? പാർട്ട് ഓഫ് ഇറ്റ് ബയോളജിക്കൽ ആണ്. അതുപോലെ തന്നെ എൻവയോൺമെന്റ് നമ്മൾ ഒരുപാട് ഷേപ്പ് ചെയ്യും. അതായത് നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്, സോഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് അതുപോലെ തന്നെ സക്സസും റിജക്ഷനും ഒരുപാട് മാറ്റർ ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു സെയിം സിറ്റുവേഷൻസ് റീഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഐഡന്റിറ്റി ആക്കി മാറ്റും ഈ ഒരു ഇൻട്രോവേർഷൻ. ഇനി ആളുകൾ എങ്ങനെയാണ് ഇൻട്രോവേർട്സിനെ കാണുന്നതെന്ന് നമുക്കൊന്ന് ചോദിക്കാം. വാ. അധികം ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ഒരു മടി കാണിക്കുന്ന ഒരു സ്വഭാവമുള്ള ആൾക്കാരെ പൊതുവെ ഉദ്ദേശിക്കുന്നത്. അതാണ് എൻ്റെ അറിവ്. ഒരു സോഷ്യലി ഇടപെടാൻ ഒരു വിമുഖത കാണിക്കുന്ന ആൾക്കാരായിരിക്കും. എക്സ്ട്രോവേർഷൻ ഉണ്ട്, ഇൻട്രോവേർഷൻ ഉണ്ട്. ഇത് പേഴ്സണാലിറ്റി ടൈപ്പ്. അത് ഇപ്പൊ പറയാ എല്ലാവർക്കും ആണ്. ഇപ്പം ഞാനൊരു എക്സ്ട്രോവേർട്ടാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിരിക്കില്ല. അതിനൊരു എന്താ പറയുക സ്കെയിലുണ്ട്. പിന്നെ ചിലർ ആംബിവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ കാണും. എന്ന് വെച്ചാൽ എക്സ്ട്രോവേർട്ട് ഒരു ടൈമിൽ അവർ സോഷ്യലി ആയിരിക്കും, ചില സമയത്ത് എലോങ് ടൈമും ഇഷ്ടമായിരിക്കും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടൈപ്പാണ്. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഓക്കെ, ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തുകയോ ഒഴിവാക്കുകയോ ചെയ്യരുത്. എൻ്റെ ഒരു അറിവിൽ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ചില മനുഷ്യർ സ്വന്തം കാര്യം നോക്കി ഒരു റൂമിൽ അവരുടേതായ കാര്യങ്ങളിൽ ഇൻവോൾവ് ആകും. കൂടുതലും മറ്റുള്ളവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും മറ്റുള്ളവരോട് തൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിനേക്കാളും തൻ്റെ കാര്യങ്ങൾ തന്നിൽ തന്നെ ഒതുക്കി കാര്യങ്ങൾ നോക്കി ഇങ്ങനെ പോകും. കൂടുതൽ പുറത്തോട്ട് ആൾക്കാരോട് ഇറങ്ങി സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, അങ്ങനെയൊന്നുമില്ല. സ്വന്തം കാര്യം ചിന്താബാധ എന്നുള്ള രീതിയിൽ പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മള് മൈൻഡ് ചെയ്യാൻ നമ്മളിപ്പോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മള് മൈൻഡ് ചെയ്യാൻ നിൽക്കും. നമ്മൾ അറിഞ്ഞിട്ടും നമ്മളെ മനസ്സിൽ അങ്ങ് നമ്മളോട് താല്പര്യം കാണിക്കാത്ത നമ്മളും അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവർക്ക് നമ്മളോട് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളങ്ങോട്ട് കയറി മൈൻഡ് ചെയ്യുന്നത്? അത് തന്നെയാണ് ഇതിന്റെ പ്രധാന കാര്യം. അവർക്ക് ആൾക്കാരുമായിട്ട് സഹകരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ കൂട്ടമായിട്ട് കൂടുതൽ സഹകരിക്കാത്തത്. പിന്നെ ആരുടെടുത്തും സ്നേഹമില്ലാത്ത ആൾക്കാരും ആയിരിക്കും. അങ്ങനെ ആൾക്കാരുമായിട്ടൊരു സഹകരണമില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് ആരുമായിട്ട് സഹകരിക്കാത്തത്. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ അത് സ്വയം അവനവൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തി വേറെ ഓവർ കമ്പനിയൊന്നും ഇല്ലാതെ ശല്യങ്ങളൊന്നും ഇല്ലാതെ
അവനവൻ്റെ പേഴ്സണൽ സ്പേസിൽ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ് ഇൻട്രോവേർട്സ്. അത് തന്നെ, ഞാൻ ഇൻട്രോവേർട്ടാണോ എക്സ്ട്രോവേർട്ടാണോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു കൺഫ്യൂഷനാണ്. കാരണം എനിക്കിപ്പോൾ ഒരാളുടെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് സംസാരിച്ച് തുടങ്ങാനായിട്ട്. ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് പ്രശ്നം. അത് കംഫോർട്ട് സോണിലായി കഴിഞ്ഞാൽ എനിക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഈ പുള്ളിക്കാരത്തിനെ തന്നെ എനിക്ക് ഒരു ക്ലബിന് വേണ്ടിയിട്ട് ഞാൻ അപ്രോച്ച് ചെയ്ത് ആ രീതിയിലാണ് വളഞ്ഞ വഴി പിടിക്കാറ് ചെയ്തത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ പറയാന്ന് വെച്ചാൽ ഇൻട്രോവേർട്ട്നെസ് ആർക്കും മിണ്ടാറില്ല പൊതുവെ. അറിയാമായിരിക്കുമല്ലോ, ആർക്കും കമ്പനി ഒന്നും ഇല്ലാതെ നടക്കും. അതൊക്കെയാണ് അറിയാമോ പൊതുവെ എൻ്റെ ഒരു തോട്ടിൽ പറയണം. ഞാൻ ഭയങ്കര ഇൻവെർട്ടറാ. വേറൊന്നുമില്ല. ചുമ്മാ കേട്ടോ, ഞാൻ എക്സ്ട്രോവേർട്ടാ. കിട്ടിയോ? അപ്പൊ ഇൻട്രോവേർട്സിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇൻട്രോവേർട്സിനെ പറ്റി എന്താ പറയാനുള്ളത്? ഒന്നും പറയുന്നു. അവര് പാവത്തുകളാ എന്നൊക്കെ തോന്നും, പക്ഷെ ഭയങ്കര 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 എന്താ പറയുന്നത്, എല്ലാം ഉള്ളിലൊരുക്കി തന്നെ ഇരിക്കും. എല്ലാം ഉള്ളിലൊതുക്കി എല്ലാ ഫീലിംഗ്സും ജീവിക്കുന്ന ആൾക്കാരാണ് അവര്. പക്ഷെ ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാന്നൊക്കെ പറയും, പക്ഷെ ഞാനൊരു ഇൻട്രോവേർട്ടാണ്. എന്നെ അറിയുന്നവരെല്ലാം ഞാൻ തൂക്കിക്കൊടുക്കും. ഇനി നമുക്ക് നമ്മുടെ ടീമിനോട് ചോദിക്കാം അവർക്ക് ഇൻട്രോവേർട്ടിനെ പറ്റി എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന്. അജിൻ പറയൂ, അജിന് ഇൻട്രോവേർട്ടിനെ പറ്റി എന്താ പറയാനുള്ളത്? ഞാൻ ആക്ച്വലി വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ചില ആളുകളെ കാണുമ്പോഴത്തേക്ക് നമുക്ക് സംസാരിക്കാൻ തോന്നാറുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ തോന്നുന്നു നമ്മൾ ഇൻട്രോവേർട്ടാണ്. ജസ്റ്റിഫൈഡ് ഒരു കാര്യം ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പല പല ഫേസ് ഓഫ് ലൈഫിൽ നമ്മൾ പല പല രീതിയിലാണ് പെരുമാറുന്നത്. ഞാനങ്ങനെ ഇപ്പൊ ഇൻട്രോവേർഷൻ എന്ന് പറയുന്ന ഒരു ഫേസിൽ ഞാൻ നിന്നിട്ടുണ്ട്. എക്സ്ട്രോവേർഷൻ എന്ന് പറയുന്ന ഫേസ്, ആംബിവേർഷൻ എന്ന് പറയുന്ന എല്ലാ ഫേസിലും പോയിട്ടുണ്ട്. അല്ലാതെ അങ്ങനെ അതൊരു ഐഡന്റിറ്റി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ആംബിവേർട്ട് ഇങ്ങനൊരു കൺസെപ്റ്റ് ആക്ച്വലി ഉണ്ടാവരുത്. ഇൻട്രോവേർഷൻ, എക്സ്ട്രോവേർഷൻ, ആംബിവേർഷൻ നമ്മുടെ ലൈഫ് ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു സ്പേസിൽ ആ ഒരു റോള് നമ്മൾ എടുക്കണം. കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് ഏത് റോളാണോ ആവശ്യം വരുന്നത് ആ റോൾ എടുക്കാൻ നമ്മൾ അഡാപ്റ്റ് ആയി മാറണം.